ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തോ കിണങ്ങാമണി നോക്കിയിരിക്കുന്നു. എന്തുവാ? അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകുണ്ട് കഴിച്ച് ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കുരുമുളക് കയറി പറിക്കാമെന്ന്. കുറേയൊക്കെ പഴുത്തൊക്കെ പോകുന്നു, കുറച്ചൊക്കെ ഉണങ്ങിയൊക്കെ പോകുന്നു. കിളികളൊക്കെ കൊണ്ടുപോവുക. ആ കിളികൾ തിന്നതിൻ്റെ ബാക്കി പറിക്കാം. 50 കിലോ കാണും. ചുമ്മാ അത്രയൊന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. നമ്മുടെ ആബ്സെൻസിൽ അത് കുറേ പോയി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് പറിച്ചെടുക്കാം. 2-3-4 കിലോ കാണുമായിരിക്കും. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ എടുത്തിട്ട് ബാക്കി കൊടുക്കാം. ഇങ്ങനെയുള്ള പ്ലാനിങ്ങിലാണ്. ഏണിയൊക്കെ പറിച്ചുകൊണ്ട് വെച്ച് പറക്കും. എപ്പോഴും നാക്ക് പിഴയാ. ഏണി ഇതോ അവിടെ കൊണ്ട് കുത്തിച്ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കയറി വേണം പറിക്കാൻ. ഓക്കേ, പറിക്കാം. അതങ്ങനെ തന്നെ. എന്നിട്ട് ബാക്കി കൂടെ എടുത്ത് ഇവിടെ കിട്ടും. എൻ്റെ കഴുത്തിറക്കി കൊല്ലോ. മുളക് കറിക്കാൻ വേണ്ടിയിട്ടേ പണ്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. അത് ശരി, ഇവിടെ വരെ എത്തുമോ? ഇതിൽ സ്പൈഡർമാൻ ഇത് ചിരിക്കാനുള്ള വകയുണ്ടല്ലോ. കോമഡിയാന്ന് തോന്നുന്നു. ഇവിടെ കഴുത്തിലിറക്കി കെട്ടിയായത് സ്പൈഡർമാൻ. എന്താ ബാക്കി കാമണി? അപ്പോൾ കഴിച്ച് ഇതാണ് നമ്മുടെ ഏണി വളഞ്ഞു പുളഞ്ഞൊക്കെ പോകും. നാ അപ്പടിയൊന്നും പോക മാട്ടേ. എന്തുവാ? ആകെ 10-20 കുരുമുളകും ഉണ്ട്. ഇന്ന് വൈകിട്ടുണ്ട് പറിച്ച് തീരുമോ ഇത്? ഊട്ടിന്ന് പറിച്ചോ. വിളഞ്ഞ് ഞാണ്ട് പഴുത്തൊക്കെ പോയി. പഴുത്തും കറുത്തൊക്കെ ഇരിക്കുന്നു. പിന്നെ വിളയാതെ മൂട്ടി കിടക്കുന്ന പറിക്കട്ടെ. പക്ഷേ ഇത് കൊള്ളുന്നില്ല. മീൻസ് മൂട്ടി കിടക്കുന്നത് ഇതിലിടണ്ട, ബക്കറ്റിൽ അങ്ങനെ ഇട്ടാൽ മതി. വെയിറ്റ് ആയിരിക്കും. ഏണി പോവോ? ഏണി ഒരു വിലക്കുറവ് ശ്രദ്ധിച്ചായിരുന്നു. ഉള്ളതിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പറിച്ചെടുക്കാം. 2, 4, 6, 8, 10 ഭാഗത്തെ മുളക് മൊത്തം പറിച്ച്. ഇനി അടുത്ത ഭാഗത്ത് കേറാം. അങ്ങോട്ടങ്ങ് തീരെ ചായരുത് കേട്ടാ. ഇടത്തോട്ട് ഇങ്ങോട്ട് ചായ വാടച്ച് കണ്ണ് സൂക്ഷിക്കണം. പൊടിയേ വന്ന് വീഴും. എനിക്ക് എപ്പോഴും ഉള്ള സോക്കേടാ അത്. ചക്ക അടത്തിയാൽ പൊടി വന്ന് വീഴും. നീ മുളക് പറിക്കാൻ പോച്ചേ ആരേലും കൂടെ പറഞ്ഞില്ല. അതിനുമുമ്പ് മുളക് പറിക്കുന്ന ആരെയും കെട്ടാം. ഇപ്പൊ എനിക്ക് ചേട്ടനും കൂടെ ഒരുമിച്ച് പോവാം. ഉണക്കുഴി ഉണച്ചി. എനിക്ക് പണ്ട് 2 നുണക്കുഴി ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നേ ഉള്ളു. ഞാൻ പിടിക്കാൻ ഇനി എന്നിട്ട് നീ കയറിയാൽ മതി. ആ നുണക്കുഴി അങ്ങനെ പോവോ? നുണക്കുളി അല്ല, കുറേ നുണ പറഞ്ഞു കഴിയുമ്പോൾ ഒരു നുണക്കുഴി അങ്ങ് പോവും. നുണക്കുഴി ഉള്ളവർക്ക് എന്താ പ്രത്യേകതയുണ്ട്? ഉണച്ചി നുണക്കുഴി ഉള്ളവർ നുണ പറയൂല. അതാണ് സത്യം. ഞാൻ എന്തൊരു നുണ പറയുന്നു? ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ തീർന്നു. അത് ഫിനിഷായി കഴിഞ്ഞുമാ. വേണ്ട, വലത് സൈഡിൽ ഒരു 3-4 എണ്ണം നിൽക്കുന്നു. മേളിൽ കയറണമെന്നില്ല ഉമ്മച്ച് പറഞ്ഞു. ഉമ്മച്ച് വന്നിട്ട് കയറിയാതെ പറഞ്ഞു. ഇവിടെ ഓരോ അരിമണിയും പോലെ ഓരോ മുത്തുമണിയും പറിച്ചെടുത്തോണം. ഉമ്മച്ചിന് അതിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ് ഒന്നുമില്ല. മരം കയറാൻ പഠിച്ചിട്ട് കാര്യമായി. ഇത് ഇത് കറക്കി നിൽക്കട്ടെങ്കിൽ അല്ല. പക്ഷെ അല്ല, അടുത്ത് കറക്കി നിൽപ്പുണ്ടല്ലേ. അങ്ങ് കറക്കി നിൽപ്പുണ്ടല്ലേ. പിന്നെ ഇതെന്തിനാ? ജമ്മുക്കുട്ടി മൂക്കിലൊക്കെ പൊടി. മൂക്ക് ഉടച്ചേരാം. ഇതൊക്കെ പിന്നെ എത്തി പറിക്കാവുന്നേ ഉള്ളൂ. അത് കളഞ്ഞാ നോക്ക്. വിളഞ്ഞു. അമ്മച്ചി ഇവിടെയാണോ ഇനി? അത്
മുട്ടിയിൽ നിന്നൊക്കെ ആദ്യം പറിക്കാം, എന്നിട്ട് മേലോട്ട് കയറാം. അന്നേ ഇവിടെ മരങ്ങൾ കൊടുത്ത സമയത്ത് 10 കൊടി വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കൊയ്ത് വാരായിരുന്നു. പക്ഷെ അന്ന് ഉണ്ടായിരുന്നു, നമ്മളില്ലാത്ത സമയത്ത് അവരത് വെട്ടിക്കളഞ്ഞതിൻ്റെ അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ലേ. ആളുകളില്ലാതെ നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് കിടന്ന് നിരങ്ങും, അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യും. അതിനകത്ത് 10 കിലോ മുളക് കായ്ക്കുമായിരുന്നു അതിനകത്തില്ലേ. അപ്പോൾ ആ വെട്ടിക്കളഞ്ഞതവർ ഉടനെ അവർ വെട്ടിക്കളഞ്ഞേക്കും. അതിൻ്റെ മുകളിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാലേ അതിന് ബലമില്ല കേട്ടാ. അതല്ല, അത് ഉണങ്ങി നിൽക്കുക, ചിലപ്പോൾ ഒടിഞ്ഞ് വീണാലും. അതുകൊണ്ട് മുമ്പ് മേളിൽ നിന്ന് വലിച്ചിടുക. അതിൻ്റെ മുകളിൽ മൊത്തം പഴുത്ത് കിടക്കും അത്. ഓരോന്നും നമ്മളിങ്ങനെ പറക്കി എടുക്കണം. ജമ്മു മണപ്പിച്ചോണ്ട് വരുന്നത് എവിടെ പോയാണ് മാറി നീ? ഓരോ ഇതിന് സ്വർണത്തിൻ്റെ വിലയാ. പണ്ടിത് പറക്കാൻ വേണ്ടി ആൾക്കാരെ നിർത്തുമായിരുന്നു. മുട്ടിയിൽ നിന്ന് വീഴുന്നതൊക്കെ അതെ മാതിരി പഴുത്ത്. ഇത് കിളികൾ വെറുതെ കൊണ്ടുപോവുകയേ ചെയ്യുന്നത്. കണ്ടിട്ട് കടിച്ച് തിന്നാൻ തോന്നിയത് ഈ പഴുത്തത് കണ്ടിട്ട്. ഇത് തിന്ന് വെള്ളവും കുടിക്കുമല്ലേ, ചവച്ച് വെള്ളവും കുടിക്കും. കുറച്ച് മറ്റേ ഇല്ല കൽക്കണ്ടവും കൂടെ ചേർത്ത് കുറച്ച് പൊടിച്ച് വയ്ക്കണം ഉണക്കി. ചുമയൊക്കെ വരുമ്പം നല്ല. സുന്ദരി അവിടെ കിടന്നോ? സുന്ദരി എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നില്ല. സ്പൈഡർമാൻ സിനിമയിലായിട്ട് വില്ലൻ ഉണ്ടല്ലേ, ആ വില്ലനെ പോലെ ഇരിക്കും. നോക്കട്ടെ. ആ ഓക്കെ, വിളഞ്ഞു. ഇത് വിളഞ്ഞമ്മ. ഏണി ആ കൊണ്ടുവാ, മേളിലുണ്ട്. താഴെ നിന്ന് കുറച്ചൊക്കെ പറിക്കട്ടെ. ഉണങ്ങിയതാണോ? ആ കുഴപ്പമില്ല, നോക്കാം. വേണേലോ വേണോ? പിടിച്ചു തരാം. കൊണ്ട് കുത്തി വൈ. മൂട്ടി നമ്മച്ചക്ക് പറിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നഖമൊക്കെ പോയി, പന്നലാവും. നോക്കിയാണ്. ഓ മൈ ഗോഡ്. അയ്യോ, ഒരു പൊട്ട് ഫോൺ വെച്ചാൽ ഡിസ്കോ കളിക്കുക. അങ്ങനെ പോലെ ഒരു 3-4 കിലോ കാണും. എന്താ 4 കിലോ കാണത്തില്ല? മതി. ഓ വയണയില പറിച്ചില്ലല്ലേ? അല്ലേ വേണ്ട, പഴം വാങ്ങിച്ചിട്ടേ പറിച്ച് അതിലെ വാടിപ്പോ. കൊടി ഇലയുണ്ട് ഇതിൻ്റെ അകത്ത്. ഇല ഉള്ളിൽ കുറച്ച് കളയും. എന്നിട്ട് ഞാൻ പോയി മീൻ കട്ടിക്കട്ടാ. മുച്ചാക്കോ ഇത് ഇല്ലേ ഇവിടുന്ന്? മുച്ച എവിടുവോ? ഇത്രയും മുളവേ ഉള്ള 5 കിലോ കാണും മച്ചി. 5 കിലോ കാണും. അല്ല എവിടെ ഞാൻ പോയി മീൻ കട്ടിക്കട്ടെ. മുളക് പറിച്ചു കൊടുത്ത് ഉമ്മച്ചിന് മുളക് എവിടെക്കോളും. എവിടെ അല്ലല്ലേ നഖമൊക്കെ മുളക് പറിച്ച് നഖമൊക്കെ ഉണ്ട് പന്നലായി. കറുത്ത് മുച്ചി നഖം കറുത്താലെന്ത്? കൂലിക്ക് ആളെ വയ്ക്കാതെ ഉള്ള മുളകെല്ലാം അങ്ങ് പറിച്ചെടുത്തില്ലേ? കൂലിക്ക് ആളെ വയ്ക്കണമെങ്കിൽ എത്ര രൂപ? 500 രൂപ എന്തായാലും കൊടുത്തില്ലേ? 500 രൂപയ്ക്ക് തരണം. 50 രൂപയ്ക്ക് വരുന്നു. ഇത്ര മുളകൊന്നും അല്ലല്ലോ. അവരെത്ര 5 കൊടിയല്ലേ ഇപ്പം? 5 കൊടിയിൽ കയറിയില്ലേ? 5 കൊടിയിൽ കയറുന്നത് 100 രൂപ വെച്ചായാലും 500. മനുഷ്യൻ പറമ്പിൽ പണിയെടുത്തിട്ട് അകത്ത് വന്നാലും മനുഷ്യന് പണിയാണ്. ഇതൊരു നേരം കൂലിക്ക് ആളെ വയ്ക്കുന്നതായിരുന്നു. ഇന്നും മീൻ ചാള ആയതുകൊണ്ടാണല്ലോ ഞാൻ വരുന്നത് വരെ ചാള ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ചാളയെ പേടിയുള്ള ലോകത്ത് ഒരേ ഒരാളാണ് എൻ്റെ മമ്മി. പിന്നെ ഒരു പേടിയില്ല, ചാള കണ്ടിക്കാൻ പേടി.
നമ്മുടെ സാംനഗറിലെ പോസ്റ്റ്. ഈ പോസ്റ്റിൽ ഞാൻ പണ്ടൊരു സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചതാണ്. ഞാൻ അച്ചാറിൻ്റെയൊക്കെ ബിസിനസ് തുടങ്ങിയ സമയത്ത്. പിറ്റേ ദിവസം തന്നെ അത് വലിച്ചിളക്കിയതാണോ അത് ഇളവി പോയതാണോ അറിയത്തില്ല. ഇതിൻ്റെ ആ പൊടി പോലും ഇവിടെ കണ്ടില്ല. അങ്ങനത്തെ പല പല പ്രത്യേകതകളുണ്ട് നമ്മുടെ ഈ പോസ്റ്റിന്. ഞാൻ രാവിലെ പറിച്ച് മുളക് കൊണ്ട് കൊടുക്കാൻ പോകുന്നു. കൊടുത്തിട്ട് വരട്ടെ. അപ്പോൾ വണ്ടി വരും. വണ്ടി വിളിച്ചൊക്കെ നമ്മൾ പോകത്തുള്ളൂ. ഭയങ്കര ചൂട് തന്നെയല്ലേ, ഭയങ്കര ചൂട്. അങ്ങനെ ഞാൻ മുളകൊക്കെ കൊടുത്ത് കൈ നിറയെ ക്യാഷുമായിട്ട് വന്നു. കൈ നിറയെ ക്യാഷ് വെച്ചുകൊണ്ട് വന്നു. നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ. 195 രൂപയായിരുന്നു 1 കിലോയ്ക്ക്. നമുക്ക് എത്ര കിലോ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല. അത്യാവശ്യം ഉണ്ടായിരുന്നു. 1 കിലോയ്ക്കും ഒരു 5 അല്ല, ഒരു 4 കിലോയ്ക്ക് ഇടയ്ക്കുണ്ടായിരുന്നു. എത്ര എന്ന് പറയാൻ പറ്റുമോ, അത് ഗസ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ ജസ്റ്റ് ഒരു ഫൺ, ഹാവിങ് ഫൺ എന്നൊക്കെ പറയുന്നവർക്കൊരു ഫൺ. അപ്പോൾ അങ്ങനെയായിരുന്നു. പണ്ടേ 10-100 കൊടി വെച്ചിരുന്നെങ്കിൽ, 10 മൂട് കൊടി വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഇഷ്ടം പോലെ ക്യാഷ് കൈ നിറയെ വാങ്ങിക്കായിരുന്നു. ആ കുഴപ്പമില്ല, ഉള്ള കൊടി നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യം സംഭവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.